ഒരാളെ വിശ്വസിച്ച് കടം കൊടുക്കാൻ പറ്റില്ലടോ. സഹായിക്കാനും പറ്റില്ല. കാരണം ഞാൻ ഒരാളെ സഹായിച്ചു, ആ സഹായത്തിൻ്റെ പ്രതിഫലമായിട്ട് അയാൾ എന്നെ ചതിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്കൊരു ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുക. ഒരു 45-50 വയസ്സായിട്ടുണ്ടാവും. 3 മക്കളുണ്ട്. മൂത്ത കുട്ടിക്ക് 24 വയസ്സാണ്, 25 വയസ്സൊക്കെ ഉണ്ട്. അതാണ്. എന്നിട്ട് ആളെ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുക. ആൾക്ക് ഹോസ്പിറ്റലായപ്പോൾ ഞാനൊരു 4000, 2000, 3000 എന്നൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. അതിൽ മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 3000 രൂപ മേടിച്ചത് വേറെ. അങ്ങനെയൊക്കെ കൂട്ടി 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 വെച്ച് ഇപ്പം എനിക്കൊരു 20,000-ൻ്റെ അടുത്ത ആൾ തരാനുണ്ട്. പക്ഷേ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തിട്ടാണെന്നറിയോ? 1.5 കൊല്ലമായ പൈസയാണ് കേട്ടോ. എനിക്കൊരു അത്യാവശ്യം വന്നു, ഞാൻ പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? നിൻ്റെ പൈസ ഞാൻ ചാവും മുന്നേ തരുന്നു. എങ്ങനെയുണ്ട് ഡയലോഗ്? എനിക്ക് ഇയാളെ പേഴ്സണലായിട്ട് അറിയില്ല. അതായത് മൂപ്പരാളൊരു വണ്ടി ഇടിച്ചു. ആ നേരത്തെ ആളെന്നെ വിളിച്ചു. എൻ്റെ കയ്യിൽ ആ സമയത്ത് പൈസ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സഹായിച്ചു. അതല്ലാതെ ഇയാളുടെ വീട് എവിടെ, കൂടെ എവിടെ, ഇയാൾക്ക് എത്ര നമ്പർ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഒറ്റ നമ്പറേ ഉള്ളൂ. ഈ നമ്പർ ഇയാൾ എന്നെ ബ്ലോക്ക് ചെയ്തു. എങ്ങനെയുണ്ട്? ഞാൻ വിളിച്ച് സംസാരിച്ചു. ചേച്ചി, ഞാൻ എൻ്റെ ചേച്ചിയുടെ ഒരു അത്യാവശ്യത്തിന് ഞാൻ തന്നു. ചേച്ചിക്ക് ഞാനത് ചോദിക്കും മുന്നേ ചേച്ചി തരേണ്ടതായിരുന്നു. 1.5 കൊല്ലമായിട്ടും ചേച്ചിക്ക് അത് തരാൻ തോന്നുന്നില്ലെങ്കിൽ ഞാൻ എന്താ പറയേണ്ടതിനെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഡയലോഗാണ്, ഞാൻ ചാവും മുന്നേ നിൻ്റെ പൈസ തന്നിട്ടേ ചാവുള്ളൂ എന്ന്. അവർ ചത്ത ഞാനും അറിയില്ല, ഞാൻ ചത്ത അവരും അറിയില്ല. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണോ നമ്മളൊരാളോട് മറുപടി പറയേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, 100 ആയാലും 10 ആയാലും 50 ആയാലും നമുക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തെങ്കിലേ നമുക്കതിന് മനസ്സമാധാനമുള്ളൂ. എനിക്ക് തരാനുള്ള പൈസ തരാതെ മൂപ്പരാൾ ഫോട്ടോഷൂട്ടും മോഡേൺ ഡ്രസ്സുകളും ഒക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഉളുപ്പുണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം നമ്മളൊരാളുടെ അർഹതയില്ലാത്ത മുതലേ തിന്നരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് ഇത്രമൊരു അമളി പറ്റിയത് എങ്ങനെ ഇരിക്കും? സൂപ്പറല്ലേ? കാരണം ഇപ്പോൾ നമ്മുടെ മനസ്സിലെന്താ, നമുക്കൊരാളെ സഹായിക്കാനുള്ളൊരു മനസ്സ് പോയി കിട്ടി. അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ, അത് ശരിക്കും അയാൾക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടോ, നമ്മൾ ഹെൽപ്പ് ചെയ്താൽ നമുക്കത് തിരിച്ച് കിട്ടുമോ എന്നാണ്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളുടെ കഷ്ടപ്പാട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ അധ്വാനിക്കുന്നത്, നമ്മുടെ ഓരോ ചോര നീരാക്കുന്നത് എന്തിനാ? നമ്മുടെ മക്കൾ നന്നായിരിക്കാൻ വേണ്ടിയിട്ട്. മക്കൾ നന്നാവേണ്ട പൈസ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ വളർത്തേണ്ട പൈസയാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ഇന്ന് അവരുടെ വായിൽ നിന്ന് വേണ്ടാത്തത് കേൾക്കുന്നത്. നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി ഒരു 100 വർഷം നല്ല പോലെ ഇതേപോലെ സംസാരിക്കാൻ മിടുക്കുണ്ടാവട്ടെ, ആരോഗ്യമൊക്കെ ദൈവം തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. പക്ഷേ മൂപ്പര് ആ വോയിസ് കേട്ടിട്ടില്ല. കാരണം മൂപ്പര് നെറ്റ് ഓണാണ്, എന്നെ ബ്ലോക്ക് ചെയ്തു പോയി. അതിന് ശേഷം ആയിക്കോട്ടെ, കാരണം ദൈവം കണ്ണുള്ളവനാണ്. അവനെന്തെങ്കിലും തിരിച്ച് ചോദിക്കും. കാരണം എന്നെപ്പോലെ പൊട്ടിയായ പെൺകുട്ടീനെ വേറെ കിട്ടില്ല. ഒരാൾക്ക് ഒരു അപകടം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആരാണ് എന്താണെന്ന് പോലും ചോദിക്കാതെ എടുത്തു കൊടുക്കുന്ന സ്വഭാവമായിപ്പോയി. എനിക്കുണ്ടായിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അവസ്ഥ എത്ര മോശമായിരുന്നു എന്നുള്ളത് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതേ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇല്ലാത്ത പൈസ പറക്കിയിട്ട് എടുത്തു കൊടുത്തത്. അതിനെനിക്ക് കിട്ടുന്നതാ പോട്ടെ അല്ലേ? എന്ത് ചെയ്യാം, ചില മനുഷ്യർ അങ്ങനെയാടോ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാതെ